I'll just introduce them ആദ്യമായിട്ട്. I think നമ്മുടെ ന്യൂറോസർജറിൻ്റെ HOD ആണ് ഡോക്ടർ രമേശ്. Then neurosurgery consultant, senior consultant Dr. Shamil, and our chief of medical services Dr. Supriya. Okay, ഇന്ന് ആക്ച്വലി ഞാൻ വിളിച്ചത് എന്തിനാ വെച്ചാൽ, സോ നമ്മൾ ഇന്ന് ലൈക്ക് when we have completed 5 years of Astromins, for the last 5 years we have been doing complex surgeries. അതിപ്പോൾ ന്യൂറോസർജറി ആയാലും ഏതായാലും we were doing complex surgeries which were not done earlier. നമ്മൾ ഈ ഒരു ഏരിയയിൽ കാണാത്ത രീതിയിലത്തെ സർജറീസും മോസ്റ്റ് കോംപ്ലെക്സ് സർജറീസ്, പിന്നെ റാർ സർജറീസ്, റാർ ഡിസോർഡേഴ്സ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ നൗ ടുഡേ വി ആർ ഡൺ വൺസ് സർജറി ചെയ്തതെന്ന് വെച്ചാൽ വിച്ച് ഇസ് ബീൻ വെരി കോംപ്ലെക്സ്, വിച്ച് ഇസ് നോട്ട് നമ്മളൊരു ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയും. ഓസ്റ്റിയോപൊറോസിസ് എന്ന് വെച്ചാൽ എല്ലിൻ്റെ തേയ്മാനം വരുന്നവർക്ക്, അതായത് ഇപ്പോൾ ഏജ് റിലേറ്റഡ് ഓർ വാട്ട് എവർ ദിസ് തിങ്, എല്ലിൻ്റെ തേയ്മാനം വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അത് ഇറ്റ്സ് നോട്ട് വെരി കോമൺ ആയിട്ട് അധികം ആൾക്കാർ ചെയ്യുന്നില്ല. മേ ബി യു വിൽ ഹാവ് ടു ഗോ ടു പിന്നെ മെഡ്സിറ്റിയോ അല്ലെങ്കിൽ എറണാകുളത്തൊക്കെ പോയിട്ട് അങ്ങനെ ചെയ്യുന്നുള്ളൂ. സോ ഐ തിങ്ക് അതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനാണ് ഇന്ന്. ഐ തിങ്ക് ഡോക്ടർ രമേശ് വിൽ ബ്രീഫ് യു അബൌട്ട് ദാറ്റ്. കഴിഞ്ഞ 5 വർഷമായി കണ്ണൂർ ആസ്ട്രോമിംസ് നോർത്ത് കേരളത്തിൽ തന്നെ വളരെ സുത്യർഹമായ സേവനം അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സാർ പറഞ്ഞ മാതിരി തന്നെ വളരെ സങ്കീർണമായ കുറേ നാഴികക്കല്ലായ കുറേ ഓപ്പറേഷൻസ് ന്യൂറോ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ള വളരെ ചാരിതാർത്ഥ്യത്തോടും അഭിമാനത്തോടും കൂടി ഞാൻ പറയുകയാണ്. പിന്നെ ഡോക്ടർ അനൂപിൻ്റെയും ഡോക്ടർ സൂരജ്, ഡോക്ടർ സുപ്രിയ മാഡം ഇവരെ നേതൃത്വത്തിൽ അത് പൂർവ്വത ശക്തമായി തന്നെ ഈ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ന്യൂറോസർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ നൂതനമായതും സങ്കീർണമായ കുറേ സർജറിനെ കുറിച്ച് ജനങ്ങളിൽ ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇന്നത്തെ പ്രസ് കോൺഫറൻസ് തീരുമാനിച്ചിട്ടുള്ളത്. സാധാരണ ഇപ്പോൾ രമേശ് പറഞ്ഞ പോലെ ക്രയോട്ടമി എല്ലാം നമ്മൾ 100% നമ്മൾ അതിനകത്ത് തന്നെ ഇൻവോൾവ് ആയിരിക്കണം. പേഷ്യൻറ്റിൻ്റെ ഫുൾ ബോധം കെടുത്തി അവർ ഓപ്പറേഷൻ ചെയ്ത് തുടങ്ങി ബ്രെയിൻ ട്യൂമറിൻ്റെ അടുത്തെത്തിയാൽ പതുക്കെ അതൊന്ന് എഴുന്നേൽപ്പിച്ച് അവരെ കൊണ്ട് സംസാരിപ്പിച്ച്, അപ്പോൾ നമുക്കതൊരു വളരെ ഡീപ്പ് ഇൻവോൾവ്മെൻറ്റ് ഉള്ളതാണ്. പക്ഷേ ഈ പെർട്ടിക്കുലർ കൈഫോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷന് വേണ്ടി നമുക്കവിടെ നമ്മുടെ സാന്നിധ്യം വേണം. പക്ഷേ ഇവരത് ആ ഏരിയയിൽ മാത്രം ഒരു ലോക്കൽ കൊടുത്ത് തയ്പ്പിച്ച് അതിലൂടെ ഒരു ബലൂൺ, അതിൻ്റെ കൃത്യമായിട്ടുള്ള സംഗതികൾ ഡോക്ടർ ഷമീജ് കൃത്യമായി പറഞ്ഞു തരും. പക്ഷെ നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായാൽ, അതിനൊരു അലർജിക് റിയാക്ഷൻ ഉണ്ടായാൽ അപ്പോൾ തന്നെ മാനേജ് ചെയ്യാന്നുള്ളതാണ്. നമുക്കതിനകത്ത് ഒരു ചെറിയൊരു പേഷ്യൻറ്റിൻ്റെ ഒരു ആൻസൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു സെഡേഷൻ കൊടുക്കുക എന്നുള്ളൊരു റോള് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് ഒരുപാട് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഫുൾ ആയിട്ട് ബോധം കെടുത്തി മൊത്തമായി മയക്കിയിട്ടാണ് സാധാരണഗതിയിൽ ഒരു സ്പൈൻ സർജറി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിസ്ക് വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ ഓസ്റ്റിയോപൊറോസിസ് വന്ന് ഇങ്ങനെ ഫ്രാക്ചർ, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഫ്രാക്ചറാണ് ഇത്. ഒരു പിന്നെ ട്രോമയോ അല്ലെങ്കിൽ ഒരു വീഴ്ചയിൽ വരുന്നതല്ല. അവരുടെ എല്ലുകൾ വളരെ ബലക്ഷയം കൊണ്ട് തനിയെ പൊട്ടും. വെറുതെ ഒന്ന് ഇരുന്നാൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു മൂവ്മെൻറ്റിലൊക്കെ ഇത് സംഭവിക്കാം. അപ്പോൾ അതിന് വളരെ സിവിയർ പെയിൻ ആയിരിക്കും. അപ്പോൾ ആ വേദന കൊണ്ട് ഈ പ്രായമായ ആൾക്കാരിൽ നിന്ന് കിടക്കാൻ എണീക്കുക, അങ്ങനെ അതിൻ്റെതായ അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതിന് ഇത്രയും പ്രായമായ വ്യക്തിക്ക് സാധാരണഗതിയിൽ അവരുടേതായ എല്ലാ അസുഖങ്ങളും ഉണ്ടാവും. അവരുടെ പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റം ആയാലും, കുറച്ച് ഹാർട്ടിൻ്റെ കണ്ടീഷൻ ആയാലും, BP, പ്രഷർ, അപ്പോൾ അങ്ങനത്തെ പലവിധ അസുഖങ്ങളും ഈ പ്രായവും കൊണ്ട് ഇത്രയും ബോധം കെടുത്തി ഇത് ഫുൾ ചെയ്യുന്നതിനുള്ള റിസ്ക് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു റിസ്ക് നമ്മൾ ഇതിനകത്ത് ഇല്ല. കാരണം ഇത് ചെറിയ തോതിൽ നമുക്ക് അവിടെ മാത്രം ധരിപ്പിച്ചിട്ട് അതിനകത്ത് കൂടെ ബലൂൺ കടത്തിയിട്ട് ചെയ്യുന്നൊരു സംഗതിയാണ്. അത് അത്രയും മണിക്കൂറുകളുടെയും ആവശ്യമില്ല. ഇത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസമോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ പേഷ്യൻറ്റ് ആശുപത്രി വിടാനും സാധിക്കും. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജാണ് ഇതിനകത്ത് ഞാൻ കാണുന്നത്. ഇതിന് ഈ പെർട്ടിക്കുലർ ഓസ്റ്റിയോപൊറോട്ടിക് ഇതിന് മാത്രമല്ല, ബാക്കി ട്രോമയിൽ വരുന്നതിനും ഇത്രയും ചെയ്യാമെന്നാണ് ഡോക്ടർ ഷമീജിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഡോക്ടർ ഷമീജ് സംസാരിക്കുന്നതായിരിക്കും. സ്ത്രീകൾക്കും പുരുഷനായാലും എല്ലാം തിരിഞ്ഞ് അവരൊരു ട്രിവിയൽ മാഡം പറഞ്ഞ പോലെ ഒന്ന് ജസ്റ്റ് ഇരുന്ന് പോയാൽ, ഒന്ന് നമ്മൾ ബെഡിൽ നിന്ന് തന്നെ ബാത്റൂമിൽ തന്നെ വീണാൽ അപ്പം ഈ എല്ലിന് അതിൻ്റെ ഉൾബലം ഉണ്ടാവില്ല. ഉൾബലം ഇല്ലാതെ നിൽക്കുമ്പോൾ എല്ല് പൊടിഞ്ഞ് പൊട്ടിപ്പോകും. ഇത് പൊട്ടിപ്പോകുന്ന വിഷയം എന്ന് വെച്ചാൽ അവർക്ക് എല്ലാ ഫ്രാക്ചർ പോലെ തന്നെ നമ്മൾ കയ്യിൽ കാലിലെ ഫ്രാക്ചർ പോലെ നടുവിൻ്റെ എല്ല് പൊട്ടുമ്പോൾ ഭയങ്കര സിവിയർ പെയിൻ ഉണ്ടാകും.
ഈ പെയിൻ അവരുടെ മൊബിലിറ്റിനെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്ട് ചെയ്യും. ആദ്യകാലങ്ങളിൽ ചെയ്യാന്ന് വെച്ചാൽ അവർ കംപ്ലീറ്റ്ലി നമ്മൾ 6 weeks ബെഡ് റെസ്റ്റ് കൊടുത്ത് ചെയ്യുക. അതിന് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഓൾറെഡി ഈ നമ്മൾ ബെഡായി കിടക്കുന്ന ഓസ്റ്റോപോറോസിസ് ആക്ച്വലി അത് കൂട്ടും, പിന്നെ അവർ മൊബിലിറ്റിനെ ബാധിക്കും, പിന്നെ അവരുടെ പെയിൻ ഭയങ്കരമായിട്ട് കൂടും. ഇത്തരം കാര്യങ്ങളൊക്കെ ഏർലി മൊബിലൈസേഷൻ ചെയ്യാനൊക്കെ വേണ്ടി നമുക്ക് ഈ ഓസ്റ്റോപോറോസിസ്, കൈഫോപ്ലാസ്റ്റി എന്ന പ്രൊസീജിയർ നമുക്ക് ഏർലി മൊബിലിറ്റിക്ക് വേണ്ടി സഹായിക്കും. പണ്ട് കാലം നമ്മൾ മുന്നേ ചെയ്തതെന്ന് വെച്ചാൽ ഓപ്പൺ സർജറി ചെയ്തിട്ട് കമ്പി ഇട്ട് സ്ക്രൂ ഇട്ട് ഫിക്സ് ചെയ്യാണ് പൊതുവെ ചെയ്യാൻ. അത് വലിയ മേജർ പ്രൊസീജിയറാണ്. കാരണം മിക്ക ഈ പേഷ്യൻസും കാർഡിയാക് ഡിസീസ് ഉണ്ടാവും, റീനൽ ഡിസീസ് ഉണ്ടാവും, അങ്ങനെ പല അസുഖങ്ങളും കോമോർബിഡിറ്റീസ് അവർ ഒരുപാടുണ്ടാവും. അവർക്ക് മേജർ അനസ്തീഷ്യ കൊടുക്കാനുള്ള റിസ്ക് ഭയങ്കര കൂടുതലാണ്. അത് ഒഴിവാക്കാൻ ഈ കൈഫോപ്ലാസ്റ്റി എന്ന പ്രൊസീജിയർ ഹെൽപ്പ് ചെയ്യും. ഈ കൈഫോപ്ലാസ്റ്റി എന്താ ചെയ്യുന്ന വെച്ചാൽ കീഹോളാണ്, ഈവൻ പിൻഹോളാണ്, ഒരു ചെറിയ പിന്നിന്റെ സുഷിരം മാത്രമേ ഉപയോഗിക്കുള്ളൂ. ആ സുഷിരത്തിലൂടെ ഒരു നീഡിൽ കടത്തിയിട്ട് ആ നീഡിലൂടെ ഈ കാണുന്ന ബലൂൺ ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് ബലൂൺ ആ പെർട്ടിക്കുലർ വെർട്ടിബ്രൽ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു എയർ പമ്പ് വെച്ചിട്ട് ആ ബലൂൺ നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യും. അതായത് ആ ബോഡിയുടെ ഹൈറ്റ് അത് മെയിൻറ്റെയിൻ ചെയ്ത് വളർത്തും. ആ ഹൈറ്റിലേക്ക് നമ്മൾ ആ എല്ലിന് ബലം കൊടുക്കാൻ വേണ്ടിയിട്ട് ബോൺ സിമെന്റ് ഇട്ടിട്ട് ആ ബോൺ സിമെന്റ് വെച്ച് എല്ലിന് ശക്തി കൂട്ടുന്ന പ്രൊസീജിയറാണ് ഈ ബലൂൺ കൈഫോപ്ലാസ്റ്റി എന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലോക്കലിൽ ചെയ്യാം, ബ്ലഡ് ലോസ് ഇല്ല, പേഷ്യന്റ് ഏർലി മൊബിലിറ്റി ആണ്. ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ഡേ തന്നെ പേഷ്യന്റ് നമ്മൾ നടത്തിച്ചു തുടങ്ങും. ഹോസ്പിറ്റൽസ് 1 day മാക്സിമം നെക്സ്റ്റ് ഡേ മോർണിംഗ് വരെയാണ് യൂഷ്വലി പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ കിടത്തുക.